സ്വപ്നങ്ങളില്ലാത്തതായി ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 20 കോടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലോട്ട് എത്തുകയെന്ന് വിചാരിക്കുക, എന്താ ചെയ്യുക? അതായത് ന്യൂ ഇയർ ബമ്പർ 20 കോടി നിങ്ങൾക്ക് അടിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആദ്യം ചെയ്യുന്ന 2 കാര്യങ്ങൾ ഇതാണ് നമ്മൾ ആളുകളോട് ചോദിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റിപ്ലൈ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയാം. ആദ്യം ചെയ്യണ എനിക്കൊരു വീടില്ല, വീട് സ്ഥലവും ഇല്ല, അപ്പോൾ അത് വാങ്ങിക്കും. പിന്നെ 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 കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു മരുന്നിനൊക്കെ സഹായം ചെയ്യും രോഗികൾക്ക്. എനിക്കും അങ്ങനെ തന്നെ പറയാനുള്ളത്. എനിക്കൊരു വീടില്ല, 26 കൊല്ലമായി വാടക കിടക്കണ. വാടക കൊടുക്കാനോട് നിർത്തിയില്ല. കിട്ടിക്കഴിഞ്ഞൊരു വീട്, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കടമുണ്ട്, ആ കടം വിട്ട് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യും. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പോലെ, എല്ലാം കൊടുത്തു. എത്ര നാളായി 26 കൊല്ലമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എന്താണെന്നുള്ളത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കുറേ ഡ്രോ ചെയ്യും, അപ്പോൾ ഡ്രോയിങ്ങിനുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കും. പിന്നെ എനിക്ക് സ്കേറ്റിംഗ് ബോർഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതും കുറേ മേടിക്കും. കുറേ അല്ല, നല്ല ഒരെണ്ണം മേടിക്കും. പിന്നെ വണ്ടി പോർഷ, ഇവിടെ പോർഷ ഉള്ളൂ. പിന്നെ കുറേ ഉണ്ട്, അത് കിട്ടുമ്പോൾ ആലോചിച്ചെടുക്കും. അതെന്താ, ഒരു സ്ഥലം മേടിച്ചൊരു വീട് വയ്ക്കും. പിന്നെ ഒരു കാറ് വാങ്ങും. ഏത് വേണേലും വാങ്ങാലോ, 20 കോടിയല്ലേ, ഏത് വേണേലും വാങ്ങാലോ. റോൾസ് റോയ്സോ ലംബോർഗിനിയോ, ഏത് സ്വപ്നല്ലേ. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 20 കോടി നിങ്ങൾക്ക് അടിക്കുമെന്ന് വിചാരിക്കുക, ആദ്യം ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഞാൻ കുറച്ച് പാവങ്ങളെ നോക്കി വെച്ചിട്ടുണ്ട്, സഹായിക്കും. കോടിയുടെ കുറച്ച് ദാനങ്ങൾ ചെയ്യാം, പിന്നെ ഏകദേശം പാവപ്പെട്ടവരെ നോക്കാം. ഒരു സ്ഥാപനം ഉണ്ടാക്കണം, അതന്നെ. കാല കാശ് വേണ്ടെന്ന് പറയും. എനിക്ക് വേണ്ട കാശ്, കാലം ഫുള്ള് പലിശക്കാള് സംഭാവന ചോദിച്ചാൽ ഫുള്ള് ആൾക്കാർ വരും, അതുകൊണ്ട് കാശ് എനിക്ക് വേണ്ട. ഞാൻ ആ 20 കോടി എടുത്ത് എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ ബിസിനസ് വളർത്തും, എന്നിട്ട് 20-40 കോടിയാക്കും. ഇപ്പം ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി ജോബ് നോക്കിക്കൊണ്ട് ഇൻ്റർവ്യൂ എടുത്തിട്ട് തിരിച്ചു വരുന്നു. നല്ല സെറ്റ്, ഒരു വീട് വാങ്ങും, ഒരു വണ്ടി വാങ്ങും, ഒരു സെറ്റാവും. ഫസ്റ്റ് മോട്ടീവ് ഒബ്വിയസ്ലി പാർട്ട്ണർഷിപ്പ് തന്നെ. സെക്കൻഡ് മോട്ടീവ് ഇപ്പം ഗ്രോത്ത് ആവുകയാണെങ്കിൽ പെറ്റ്സിന് വേണ്ടി, ലൈക്ക് ഇവിടുത്തെ അനിമൽസ് അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. കേരളയിൽ ഫെസിലിറ്റി നല്ലതല്ല, അതേപോലെ ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റി നല്ലതല്ല. സോ അതിനൊക്കെ കൊടുക്കാനാണ് ചാൻസ്. എന്ത് ചെയ്യാൻ, എവിടെയെങ്കിലൊക്കെ പോകും, ട്രിപ്പ് പോവും, അത്ര തന്നെ ഉള്ളൂ. രണ്ടാമത്തെ വീട്ടുകാർക്ക് കൊടുക്കും, ഹെൽപ്പ്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, ക്യാമറ വാങ്ങും. ഒരു ഫോട്ടോഗ്രാഫറാണ്, ക്യാമറ വാങ്ങാനുണ്ട്. ക്യാമറയൊക്കെ വാങ്ങിച്ച് ട്രാവൽ ചെയ്യാൻ നോക്കും. വീട്ടുകാർക്ക് കൊടുക്കും, വീട്ടുകാരായിട്ട് 5 ജണ കുറേ പ്രോപ്പർട്ടി മേടിച്ചിടും. പ്രോപ്പർട്ടി കുറേ മേടിച്ചിടും. പിന്നെ കുറേ ഗോൾഡൊക്കെ മേടിച്ച് വെക്കും. പിന്നെ കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. ഞാൻ പ്രോപ്പർട്ടി വാങ്ങും, ബാങ്കിലിടും. ഞാൻ എന്താ ചെയ്യുക, ഇപ്പം ഞാനൊരു വീട് വാങ്ങും, വലിയൊരു വീട് വാങ്ങും. പിന്നെ അത് തന്നെ മെയിനായിട്ട് അതേ ചെയ്യാം ആദ്യം. വേറെ എന്താ ചെയ്യാന്നുള്ളത് ഇപ്പം പറയാൻ തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.